ഷോട്ടിലേക്ക് പോകാം. ഈ ഷോട്ട് ഞാനൊരു പ്രൈം ലെൻസിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാ പ്രൈം ലെൻസുകൾക്ക് ഒറ്റ ഫോക്കൽ ലെങ്തേ ഉള്ളൂ. ഇതൊരു 24mm ലെൻസാണ്. ഈ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്തിൽ എടുത്ത ഫോട്ടോ നിങ്ങൾക്ക് നോക്കാം. ഇത് ടാമറോണിൻ്റെ f2.8 DI3 OSD M1:2 എന്ന് പറയുന്ന ഒരു ലെൻസാണ്. ഓക്കെ, അപ്പോൾ ഈ ലെൻസിൻ്റെയും നമുക്ക് ഇത് 24mm ആണ്. ഇതിന് മുമ്പെടുത്ത് നമ്മൾ 28mm ആണ്. ഈ 24mm പ്രൈം ലെൻസിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കും. കുറച്ചും കൂടെ ബാക്ക്ഗ്രൗണ്ട് വലിയ ഡിസ്റ്റോർഷൻ പ്രൈം ലെൻസിൽ വന്നിട്ടില്ലെന്ന് നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ പ്രൈം ലെൻസിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾക്കിതിൽ മനസ്സിലാക്കാം. അതായത് പുറകിലുള്ള ബെഡ് നിങ്ങൾക്ക് നോക്കിയാൽ 24ഉം 28ൻ്റെയും ബെഡ് മാറി മാറി നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാകും. ബെഡിൻ്റെ ഫ്രെയിമും വളവും, അതായത് നമ്മുടെ ഫോട്ടോയിൽ ഒരു വളവുണ്ടല്ലോ, നമ്മൾ വൈഡ് ആംഗിൾ എടുക്കുമ്പോൾ ഒരു ചെറിയ വളവ് പോലെ വരും. അതും നമുക്ക് പ്രൈം ലെൻസിൽ ഇച്ചിരി കൂടെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ ബൊക്കയും കുറച്ച് ബെറ്റർ ആയിട്ട് നമുക്ക് പ്രൈം ലെൻസിൽ കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അടുത്ത ഫോട്ടോയിലേക്ക് നമുക്ക് പോകാം. അടുത്തതും ഒരു പ്രൈം ലെൻസാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ടാമറോണിൻ്റെ 35mm f2.8 DI3 OSD M1:2 എന്ന് പറയുന്ന ലെൻസാണ്. അപ്പോൾ 24ഉം 35ഉം നമ്മളെടുത്തിരിക്കുന്ന പ്രൈം ലെൻസുകളിലാണ്. അപ്പോൾ ഡിസ്റ്റോർഷൻ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ 35mm നമുക്ക് സബ്ജക്റ്റ് കുറച്ചും കൂടെ ക്ലോസപ്പ് ആയതുപോലെ തോന്നും. മീൻസ് നമ്മളെല്ലാം ഏകദേശം ഒരേ ഫ്രെയിമിംഗ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്നിരുന്നാലും നമുക്ക് നമ്മുടെ സബ്ജക്റ്റ് കുറച്ചും കൂടെ ക്ലോസപ്പായിട്ട് നമുക്ക് തോന്നും. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് കുറച്ചും കൂടെ കംപ്രസ്ഡ് ആണ്. ഒത്തിരി വശങ്ങളിലെ കാര്യങ്ങൾ തുളുമ്പി പോകുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ ഫോക്കൽ ലെങ്ത് കൂടിയ ലെൻസുകൾ വെച്ച് നിങ്ങൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ വൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ ഫ്രെയിമിൽ വരും. അത് ചില സ്ഥലങ്ങളിൽ അഡ്വാൻറ്റേജസ് ആണ്. ഇപ്പം വലിയൊരു കൊട്ടാരത്തിലോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സെറ്റപ്പിലൊക്കെ നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് കുറച്ച് കാണിക്കാം, ബ്ലർഡ് ആണെങ്കിലും കാണിക്കാം. പക്ഷേ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യുന്ന സ്ഥലം ബാക്ക്ഗ്രൗണ്ട് അത്ര പോരാത്തൊരു സ്ഥലത്താണെങ്കിൽ, ഫോക്കൽ ലെങ്ത് കൂടിയ ലെൻസുകളാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കംപ്രസ്ഡ് ആയിട്ട് വരും. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ വരത്തില്ല. അതുപോലെ ആൾക്കാരുടെ ഡിസ്ട്രാക്ഷൻ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ 24ഉം 35ഉം നോക്കി. ഇനി നമുക്ക് ഇടയ്ക്ക് ഞാനൊരു 28 ചെയ്തിട്ടുണ്ട്. അത് ടാമറോണിൻ്റെ 28-75 f2.8 ലെൻസിൽ എടുത്തിരിക്കുന്ന 28 ആണ്. DI3 RXD എന്ന് പറയുന്ന മോഡൽ. ഇത് DI3 എന്ന് പറയുന്ന ടാമറോണിൻ്റെ സോണി ക്യാമറകൾക്ക് വേണ്ടിയുള്ള ലെൻസുകളാണ്. 28-75 f2.8 ആണ് ഞാനിപ്പം ഈ ഷോട്ട് എടുത്തിരിക്കുന്നത്. നമുക്ക് അടുത്ത ഫോക്കൽ ലെങ്തിലേക്ക് പോകാം. 50mm ഫോക്കൽ ലെങ്തിലേക്ക് വന്നു. അപ്പോൾ നമ്മൾ 50mm മുതൽ നമുക്കൊരു ബെറ്റർ ഫോക്കൽ ലെങ്ത് ആയിട്ട്, അല്ലെങ്കിൽ ഒരു പോർട്രേറ്റ് ഫോക്കൽ ലെങ്ത് ആയിട്ട് നിങ്ങൾക്കത് യൂസ് ചെയ്യാം 50mm മുതൽ. അതുകൊണ്ടാണ് മിക്ക ആൾക്കാരും ഒരു ക്യാമറയുടെ കൂടെ 50mm പ്രൈം ലെൻസ് വാങ്ങുന്നതിൻ്റെ കാരണം. പ്രൈം ലെൻസ് ആകുമ്പോഴത്തേക്കിനും ഡിസ്റ്റോർഷനും കുറച്ചും കൂടെ കുറയും. ബാക്ക്ഗ്രൗണ്ട് ബ്ലർ നിങ്ങൾ നോക്കിയാൽ കുറച്ചും കൂടെ ബെറ്റർ ബാക്ക്ഗ്രൗണ്ട് ബ്ലറാണ്. f2.8ലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. പറഞ്ഞതുപോലെ തന്നെ സെയിം ഫ്രെയിമിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ നിങ്ങൾക്ക് കാണാം. അതുപോലെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കംപ്രഷൻ നിങ്ങൾക്ക് ഇതിനകത്ത് മനസ്സിലാകും. ഇനി നമുക്ക് മാക്സിമം ഫോക്കൽ ലെങ്ത് 75mm പോകാം. 50ഉം 75ഉം തമ്മിൽ നമുക്ക് ഈ ചിത്രത്തിൽ വലിയ വ്യത്യാസം കാണുന്നില്ലെങ്കിൽ 75ഉം 50ഉം എനിക്ക് തോന്നുന്നു ഞാൻ ഇച്ചിരി കൂടെ ബാക്കിലോട്ട് എടുത്തിട്ടാണ് 75mm എടുത്തിരിക്കുന്നതെന്ന് തോന്നുന്നു. പക്ഷേ കംപ്രഷൻ നോക്കാം, കംപ്രഷൻ കൂടി വരും. ഇപ്പോൾ സെയിം ഷോട്ട് തന്നെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു ടാമറോണിൻ്റെ തന്നെ സോണിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന 85mm 1.8 ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആകും. 2.8 എടുത്താലും ബാക്ക്ഗ്രൗണ്ട് ബ്ലർ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ സെയിം ഫ്രെയിമിങ് പല ലെൻസുകളിൽ എടുത്താൽ വരുന്ന ആ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ്, നിങ്ങൾക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാ ആൾക്കാർക്കും നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ ആൾക്കാർക്കും നന്ദി. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഫോട്ടോ എഡിറ്റിംഗ് കാര്യങ്ങളിലൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ